ഹായ് ഓൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജൂലൈ സെഷൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇതിൽ നമുക്ക് വരുന്നത് തരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുണ്ടാവും. അതിനുശേഷം താഴെ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇവിടെ പേരുണ്ടാവും, താഴെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക, എന്നിട്ട് ഇവിടെ അഗ്രി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സാമിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ ശേഷം താഴേക്ക് നിങ്ങൾക്ക് താഴെ ടോട്ടൽ സ്ക്രീൻ, അതായത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 45 30 മാർക്കിലാണ്. നിങ്ങളുടെ പേരുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമറ ആൻഡ് ബ്രൗസർ ആക്സസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ടേക്ക് എ ഫോട്ടോ കൊടുക്കാം. നെക്സ്റ്റ് എന്നിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കാം. ടോട്ടൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻസ് കാണാം. ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആൻസേഴ്സ് കൊടുത്ത ശേഷം ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലെയുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ 30 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് 31 മുതൽ 43 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം റിട്ടേൺ ചെയ്യേണ്ടതാണ്, റിട്ടേൺ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക, നിങ്ങൾ A4 ഷീറ്റിൽ എഴുതാം, ആൻസേഴ്സ് എഴുതാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച ശേഷം നിങ്ങൾ എല്ലാം എഴുതുക. അതിനുശേഷം ലാസ്റ്റ് ചെയ്യേണ്ടത് അപ്ലോഡ് ആൻസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 33 മുതൽ 43 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയതിന് ശേഷം മാത്രം അപ്ലോഡ് ആൻസറിൽ പോവാം. ഇത് ഞാനൊരു ഡെമോ കാണിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇമേജ് ആയിട്ടോ PDF ആയിട്ടോ ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു PDF ചെയ്യുന്നുണ്ട്. അപ്ലോഡ് PDF കൊടുത്തിട്ട് ഇവിടെ ഞാൻ എക്സാമ്പിളിന് ഒരു സബ്ജക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ PDF നിങ്ങൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ അപ്ലോഡ്, നമ്മൾ ഫോട്ടോൻ്റെ അടുത്തൊരു അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്ത ശേഷം താഴെ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. പിന്നെ ചോദിക്കും ഫിനിഷ് ആയോ നോക്കുമ്പോൾ യെസ് കൊടുക്കും. ഇതുവരെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ബാക്ക് ടു ഹോം പോയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഒരു പേജ്, ഈ ഒരു ഇന്റർഫേസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, എന്നിട്ട് ബാക്ക് ടു ഹോം പോവാം. ഇനി വരും എക്സാമുകൾ പങ്ക്ച്വലായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് പോലെ ഏത് സമയത്തും കയറാൻ പറ്റില്ല. പങ്ക്ച്വലായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം, മറന്നു പോകരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.